السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സഹോദരന്മാരെ, സഹോദരികളെ, ഹഖായ ദീനിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി ഖിദ്മ ചെയ്യാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സമസ്തയുടെ ചരിത്ര നാൾവഴികൾ പറയുന്ന പ്രഭാഷണത്തിൻ്റെ 9ാമത്തെ ദിനമാണ് ഇന്ന്. നാം പറയുന്നതും കേൾക്കുന്നതും പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ അല്ലാഹു പെടുത്തട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ദിവസവും സംസാരിക്കുന്നത്. സമയം കൂടുതൽ വൈകാതെ കുറേശ്ശെയാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇന്നലെ സംസാരിച്ചപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കാനുള്ള അന്തിമ തീരുമാനത്തിലെത്തിയ നമ്മുടെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത്. 1925 KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ ചെയർമാനും പാറോൽ ഹുസൈൻ സാഹിബ് കൺവീനറുമായി രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റി ഒരു വർഷക്കാലം നന്നായി പ്രവർത്തിച്ചു. ചെയർമാനും കൺവീനറിനും പുറമെ കേരളത്തിൽ പരക്കെ അറിയപ്പെട്ട മശായിഖന്മാർ നന്നായി അതിന് കൂടിക്കൊടുത്തു. അവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലുള്ള വലിയ പണ്ഡിതന്മാരും സയ്യിദന്മാരും നേതൃത്വം നൽകി. അഹമ്മദ് കോയ ഷാരിയാത്തിയെ പോലെ തെന്നിന്ത്യൻ മുഫ്തിയായിരുന്ന അഹമ്മദ് കോയ ഷാരിയാത്തിയെ പോലുള്ള ആളുകൾ ഇറങ്ങി പ്രവർത്തിച്ചു. പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ വലിയ വലിയ മഹാന്മാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഇത്തരമൊരു പണ്ഡിത സഭ രൂപീകരിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തി. അങ്ങനെയുള്ള മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം ആരൊക്കെ പോയി കാണേണ്ടി വന്നു അവരൊക്കെ ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരുടെയും പാറോൽ ഹുസൈൻ സാഹിബിൻ്റെയും നേതൃത്വത്തിൽ എല്ലാവരെയും പോയി കണ്ടു. ആ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരുടെയും പാറോൽ ഹുസൈൻ സാഹിബിൻ്റെയും കുറഞ്ഞ ചരിത്രങ്ങളിൽ നിന്ന് കുറഞ്ഞ ഭാഗവും ഇന്നലെ കേൾപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരന്ന് ഓരോരുത്തരെ പോയി കാണുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ തൻ്റെ ഏറ്റവും വലിയ ഗുരുവും അക്കാലഘട്ടത്തിൽ കേരളത്തിലെ ആത്മീയ നേതൃത്വവുമായിരുന്ന എടരിക്കോട്, വാളക്കുളം, പുതുപ്പറമ്പിൽ താമസിച്ചിരുന്ന ഷെയ്ഖ് അഹമ്മദ് എന്ന കോയാമട്ടി മുസ്ലിയാരെ അടുത്തു ചെന്നു. ഇങ്ങനെ ഏകദേശം എല്ലാ പണ്ഡിതന്മാരും അടുത്തു ചെന്നു. അതിൽ ഒരു പണ്ഡിതൻ്റെ അടുത്ത് ചെന്നിട്ട് അതിൻ്റെ ഒരു വിവരണമാണ് ഞാൻ പറയുന്നത്. എല്ലാം കൂടെ നമുക്കിപ്പോൾ ചരിത്രത്തിൽ പറയാൻ കഴിയില്ലല്ലോ. കോയാമുട്ടി മുസ്ലിയാർ വലിയ സമ്പന്നനും അതേ സമയത്ത് ആത്മീയമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരും മറ്റേതാനും പണ്ഡിതന്മാരും ചെന്ന് ഈ വിഷയത്തിൻ്റെ ഗൗരവം പറഞ്ഞു. അൽഹംദുലില്ലാഹ് കോയാമുട്ടി ഉസ്താദ് സന്തോഷപൂർവ്വം അവർ പറയുന്നത് കേൾക്കുകയും ഒട്ടും വൈകാതെ ഇങ്ങനെയൊരു പണ്ഡിത സഭ രൂപീകരിക്കേണ്ട ആവശ്യകത ഒന്നുകൂടെ മഹാനവറുകൾ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. വളരെ അനിവാര്യമാണ്. കാരണം ബിദ്അത്ത് വരുന്ന ഭൂമിയിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ
അതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ നികൃഷ്ടജീവികളാവുമെന്ന പ്രവാചകൻ്റെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഒട്ടും വൈകാതെ ഈ ഉദ്യമവുമായി മുന്നോട്ട് പോകണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രായം അതിനനുവദിക്കുന്നില്ല. ഷെയ്ഖ് അഹമ്മദ് കോയാമട്ടി മുസ്ലിയാർ പാങ്ങിലേപ്പി അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് പറഞ്ഞ വാക്കുകളാണിത്. എൻ്റെ പ്രായം അതിനനുവദിക്കുന്നില്ല. കേരളത്തിലുടനീളം നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാനും നിങ്ങളുടെ ഈ മുന്നേറ്റത്തിൽ ഒരു അംഗമാകാനും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പ്രായം അതിന് സമ്മതിക്കുന്നില്ല. അത് കരുതി ഈ ഉദ്യമത്തിൽ നിങ്ങൾ പിറകോട്ട് പോകാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ എൻ്റെ മകൻ അബ്ദുൽ ബാരിയെ തരാം. അബ്ദുൽ ബാരി മുസ്ലിയാർ ഏറ്റവും വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ ഈറോഡ് വെച്ച് ഖിലാഫത്ത് പ്രസ്ഥാന സമ്മേളനത്തിൽ പോയപ്പോൾ ഈറോഡ് വെച്ച് ഒരു വഹാബി പണ്ഡിത സഭ രൂപീകരിക്കാൻ KM മൗലവിയും KM സീരി സാഹിബിനെ പോലുള്ള അണിയറ ശില്പികൾ ശ്രമം നടത്തിയപ്പോൾ അത് നമ്മളെ ഉസ്താദന്മാരോട് കൂടി ആലോചിക്കാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആളാണല്ലോ. ആ നിർദ്ദേശം കേൾക്കാതെ കുരുത്തും പൊരുത്തത്തിലൊന്നും വിശ്വാസമില്ലാത്ത KM മൗലവിൻ്റെ നേതൃത്വത്തിൽ ഉലമാ സംഘടന ഉണ്ടാവുമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു പിരിച്ചുവിടാൻ വരെ ആളെ കിട്ടാതെ അത് വയന്നുപോയി. അതുകൊണ്ട് അന്ന് തന്നെ അബ്ദുൽ ബാരി ഉസ്താദ് ഇന്ത്യ ഒട്ടുക്കും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന ആളാണ്. കേരളത്തിലെ മലബാറിലെ സമര മുന്നണി പോരാളികളോടൊപ്പം നിന്നുകൊണ്ട് അവരെ ആശീർവദിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പിതാവിനെ പോലെ തന്നെ ആധ്യാത്മിക രംഗത്ത് ആത്മീയ രംഗത്ത് ഏറ്റവും ഉയർന്നിരിക്കുന്ന വ്യക്തിയാണ്. നല്ല സംഘാടകനാണ്. അപ്പോൾ പിതാവിൻ്റെ സമ്മതം തന്നെ കിട്ടി. നിങ്ങൾക്ക് അബ്ദുൽ ബാരി മതി, അബ്ദുൽ ബാരിയെ നിങ്ങൾ ഒപ്പം കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. മഹാനായ മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ് ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും പേർഷ്യൻ ഭാഷകളിലും നല്ല കഴിവായിരുന്നു. അങ്ങനെയുള്ള പരിജ്ഞാനമുള്ള ലോകവിവരമുള്ള ഒരാളെ തന്നെ തൻ്റെ പിതാവ് അഥവാ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൂഫി വര്യനായ ഷെയ്ഖ് അഹമ്മദ് കോയാമുട്ടി മുസ്ലിയാർ വിട്ടുതന്നതിൽ തൻ്റെ മകനെ എല്ലാ മേഖലയിലും കഴിവുള്ള തൻ്റെ മകനെ ഞങ്ങളിൽ ഒരാളായി വിട്ടുതന്നതിൽ വലിയ സന്തോഷത്തോടുകൂടെ പിന്നീടുള്ള പ്രയാണത്തിൽ എല്ലായിടത്തും അബ്ദുൽ ബാരി മുസ്ലിയാരെയും കൂട്ടുകയുണ്ടായി. അങ്ങനെ 1926 ജൂൺ 26 വന്നു. തലേ ദിവസം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആലിമീങ്ങൾ കോഴിക്കോട് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. കുറ്റിച്ചിറ പള്ളിയിലും മറ്റ് വിവിധ പള്ളികളിലുമായൊക്കെ അവർ തങ്ങി. അന്നെല്ലാ പള്ളികളിലും ദർസുണ്ടല്ലോ. മാത്രമല്ല കോഴിക്കോട് ഖാദിയായും മുഫ്തിയായും അറിയപ്പെട്ട ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കോഴിക്കോട് നഗരം. അഹമ്മദ് കോയ ഷാരിയാത്തിയെ പോലുള്ള വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം കോഴിക്കോടുണ്ട്. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നേരത്തെ തന്നെ പുറപ്പെട്ട് 1926 ജൂൺ 26 ആയപ്പോഴേക്ക് കോഴിക്കോട് ടൗൺ ഹാളും പരിസരവും ശുഭ്രവസ്ത്രധാരികളാൽ നിബിഡമായി. അന്ന് വരെ ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുകയും ബാക്കി സമയം മൊത്തം ഇൽമും അതുപോലെ അമലുമായി കഴിഞ്ഞുകൂടുന്ന പണ്ഡിതന്മാർ നോക്കൂ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന സലാമ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച റഹ്മാനായ റബ്ബിൻ്റെ യഥാർത്ഥ അടിമകളായ പണ്ഡിതന്മാർ ആ കാലം കൂടെ പണ്ട് ഇപ്പം അങ്ങനെ കൂടെ ഒന്നും ഉസ്താദ്മാർ കയ്യിൽ വരെയില്ല. അന്ന് സഹോദരിമാർ പുറത്തിറങ്ങാറ് വിരളമാണ്. പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ പർദ്ദ ധരിച്ച് ശരീരത്തിൽ നിന്ന് ഒന്നും വെളിവാകാതെ പുറത്തിറങ്ങുകയായിട്ട് പോലും വലിയ കാലം കൂട താഴ്ത്തി പിടിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പുറത്തിറങ്ങാറുള്ളത്. അതേമാതിരി തന്നെയാണ് ആലിമീങ്ങൾ
വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. ഭൂമിയിൽ അവർ സഞ്ചരിക്കുക വളരെ അടക്കത്തോടും ചിട്ടയോടും ഒതുക്കത്തോടും. വിവരമില്ലാത്തവർ എന്തിൻ്റെയും പേര് തട്ടിക്കയറിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ ശാന്തമായി പെരുമാറുന്നവരായിരുന്നു അന്നത്തെ പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ നീളക്കാലുള്ള കൊട എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അങ്ങനെ ആ കൊടയുടെ തണലിൽ അവരുടെ കാലിൻ്റെ വിരലിനോട് ചേർന്ന് നോക്കി മുൻഭാഗത്തേക്ക് നോക്കി നടന്ന് പതിവുള്ള പണ്ഡിതന്മാർ ഒരത്യാവശ്യ ഘട്ടത്തിന് കിട്ടാവുന്ന വാഹനങ്ങളിലെല്ലാമായി അവർ കോഴിക്കോടെത്തി. 2026 ജൂൺ 26 പണ്ഡിതന്മാരെല്ലാം ടൗൺ ഹാളിൽ സമ്മേളിച്ചു. നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ അന്നോളം അങ്ങനെയുള്ള ഒരു ശുഭ്രവസ്ത്രധാരികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിനു മുമ്പ് അങ്ങനെ ഒരു ഒരുമിച്ച് കൂടിയതിന് ചരിത്രമില്ല. അവരെല്ലാം അവിടെ ഒരുമിച്ച് കൂടി യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. സയ്യിദ് അബ്ദുർ റഹ്മാൻ ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ഈ സമ്മേളനത്തിൻ്റെ ശരിയായ നേതൃത്വത്തിലുള്ളത്. സൂഫി വര്യനും പണ്ഡിത പ്രതിഭയുമായ മഹാൻ, 4 മദ്ഹബിലും ഒരേ രൂപത്തിൽ വിജ്ഞാനമുള്ള, ഫത്വക്ക് അധികാരമുള്ള അന്നത്തെ മലബാറിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി അംഗീകരിക്കുന്ന ആദരിക്കുന്ന മഹാനവറുകളെ കൊണ്ടാണ് വെസ്റ്റ് ഹില്ല് പുതിയങ്ങാടിയായി മാറിയത് എന്നാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് മഹാനവറുകളെ അന്ത്യവിശ്രമം കൊള്ളുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് പുതിയങ്ങാടി എന്നാണ്. നേരത്തെ അതിൻ്റെ പേര് വെസ്റ്റ് ഹിൽ എന്നാണ്. ആ വെസ്റ്റ് ഹിൽ പുതിയങ്ങാടിയായി മാറിയത് മഹാനായ തങ്ങളെ കാണാൻ വേണ്ടി നാടിൻ്റെ നാനാ ദിക്കിൽ നിന്ന് വരുന്ന ആളുകൾ വെസ്റ്റ് ഹില്ലിൽ തീവണ്ടി ഇറങ്ങും. തങ്ങളെ കാണാൻ വേണ്ടി അവർ നടന്നു വരും. അപ്പോൾ സ്വാഭാവികമായും അവരെ സഹായിക്കാൻ വേണ്ടി ചെറിയ പെട്ടിക്കടകൾ വന്നു. പിന്നീട് അങ്ങാടിയായി, അങ്ങനെ ന്യൂ അങ്ങാടി, ന്യൂ സിറ്റിയായി, അങ്ങനെയാണ് വെസ്റ്റ് ഹില്ല് പുതിയങ്ങാടിയായി മാറിയത്. തങ്ങളുടെ ജനസ്വാധീനമാണ് ആ നാടിൻ്റെ പേര് പോലും മാറ്റിയത്. അങ്ങനെയുള്ള മഹാനായ തങ്ങളുടെ നേതൃത്വത്തിലാണ് സമ്മേളന നടപടികൾ ആരംഭിക്കുന്നത്. സയ്യിദ് അവരുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ, ഇന്നലെ മുഹമ്മദ് മീറ മുസ്ലിയാരുടെ ചരിത്രം പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യ മുശാവറയിലെ ഭാരവാഹികളെ ഇൻഷാ അല്ലാഹ് കുറേശ്ശെയായി നാളെ നമുക്ക് പരിചയപ്പെടുത്താം. സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങളാണ് അധ്യക്ഷൻ. മഹാനവറുകൾ വലിയ പണ്ഡിതനായിരുന്നു. വിവിധ തരീഖത്തുകളുടെ മശായിഖന്മാരിൽപ്പെട്ട ആളായിരുന്നു. പ്രശ്നപരിഹാരത്തിനും പ്രാർത്ഥിപ്പിക്കാനുമായി പണ്ഡിതന്മാരും പൊതുജനങ്ങളും നിരന്തരമായി സമീപിച്ചിരുന്നു. അഥവാ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങൾ. മഹാനവറുകളാണ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത്. സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങൾ കൊയിലാണ്ടിയിലെ അബ്ദുള്ള ബാഫക്കിയുടെ പുത്രൻ, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുർ റഹ്മാൻ ബാഫക്കി തങ്ങളുടെ അമ്മാവൻ, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സഹോദരി പുത്രി. പിന്നെ എന്താ പിന്നെ അതിനെപ്പറ്റി അതിലേറെ പറയാൻ? അബ്ദുള്ള ബാഫക്കിയുടെ മകൻ സയ്യിദ് അബ്ദുർ റഹ്മാൻ ബാഫക്കി തങ്ങളുടെ അമ്മാവൻ, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പെങ്ങളെ കുട്ടി, എല്ലാം കൊണ്ടും മഹാനായ സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിലാണ് യോഗ നടപടികൾ ആരംഭിക്കുന്നത്. മാത്രമല്ല, സമസ്ത രൂപീകരിച്ച് അല്പവർഷങ്ങൾക്ക് ശേഷം വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായിട്ടുണ്ട്. അദ്ദേഹത്തിന് അന്ന് സമസ്ത രൂപീകരിക്കുമ്പോൾ തന്നെ നല്ല പ്രായമുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാനവർ ചരിത്രത്തിൻ്റെ അല്പഭാഗം നമുക്ക് പിന്നീട് കേൾപ്പിക്കുന്നത് കൊണ്ട് അന്ന് വിശദീകരിക്കാം. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം ആ സ്ഥാനത്തേക്ക്, അഥവാ മഹാനവറുകളുടെ മേഖലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വലിയ സേവനം ചെയ്ത ആളാണ് പിന്നീട് ഈ സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങൾ.
വരക്കൽ തങ്ങളുടെ സഹോദരി പുത്രനാണ് നേരത്തെ ഞാൻ പറഞ്ഞു. വരക്കൽ തങ്ങൾക്ക് ശേഷം പുതിയങ്ങാടി വസതിയിൽ സമുദായത്തിൻ്റെ ആശയും അത്താണിയുമായി നിലകൊള്ളുകയും പിന്നീട് മഹാനവർ വഫാത്തായപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സമീപത്ത് തന്നെ മതമാടുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മൾ മഹാന്മാരെ പ്രത്യേകമായി സ്മരിക്കുന്നുണ്ട്. അപ്പോൾ വിശദമായി ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ബഹുമാനപ്പെട്ട പാറോൽ ഹുസൈൻ സാഹിബ്, KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, അതിൻ്റെ മുമ്പ് അതുപോലെ പിന്നെ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഇവരെല്ലാം ആ ഒരുമിച്ച് കൂടിയ സദസ്സിന് ഇങ്ങനെ ഒരു ഒത്തൊരുമിക്കേണ്ട ആവശ്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാവരും ഐക്യകണ്ഠേനെ ഉലമാ സംഘടന പിറന്നു വീഴണം, ഇനി ഒട്ടും പിറകോട്ട് പോകരുത്. അങ്ങനെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന പേര് സ്വീകരിച്ച് ആ പേരവിടെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യ ഭാരവാഹികളായി ആദ്യം തന്നെ സഭ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പ്രസിഡൻ്റായി നിർദ്ദേശിച്ചു. പക്ഷേ മഹാനവറുകൾ പറഞ്ഞു, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാകുമ്പോൾ വേറൊരു പ്രസിഡന്റ് എന്തിന്? തങ്ങളുടെ നേതൃത്വത്തിലായിരിക്കണം, ഒരു സയ്യിദിൻ്റെ നേതൃത്വത്തിലായിരിക്കണം നമ്മുടെ പ്രയാണം. അങ്ങനെ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കണിശമായ ആവശ്യം, നിർദ്ദേശം സഭ അംഗീകരിച്ചു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായി ബഹുമാനപ്പെട്ട സയ്യിദിന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബാഅലവി തങ്ങൾ പ്രസിഡൻ്റായി സ്ഥാനം ഏറ്റെടുത്തു. പിന്നീട് വൈസ് പ്രസിഡന്റുമാരുടെ ഊഴമാണ്. ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, മൗലാന അബ്ദുൽ ഖാദിർ ഫദ്ഫരി, ബഹുമാനപ്പെട്ട മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, അതുപോലെ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലുള്ള മഹാന്മാരെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. സെക്രട്ടറിമാരായി പള്ളിവീടം മുഹമ്മദ് മുസ്ലിയാർ, PV മുഹമ്മദ് മുസ്ലിയാരാണ് ജനറൽ സെക്രട്ടറിയായി വന്നത്. ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ ചരിത്രം നമ്മൾ പറയേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നീണ്ട കാലം സെക്രട്ടറി സ്ഥാനം വഹിച്ച മഹാനായ PV മുഹമ്മദ് മുസ്ലിയാരെ പറ്റി ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസം നമ്മൾ മഹാനവറുകളുടെ ചരിത്രങ്ങൾ ലഭ്യമായത് പറഞ്ഞുകൊണ്ടാണ് സമസ്തയുടെ നാടുവഴിയിലേക്ക് പ്രവേശിക്കുക എന്ന് ഇപ്പോഴേ അറിയിക്കുകയാണ്. പള്ളിവീടൻ മുഹമ്മദ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറി, ജർമ്മൻ അഹമ്മദ് മുസ്ലിയാർ ഫറൂഖ്. എന്തുകൊണ്ടാണ് ജർമ്മൻ അഹമ്മദ് മുസ്ലിയാർ എന്നൊക്കെ പേര്? ഇൻഷാ അല്ലാഹ് ചരിത്ര വായനയിൽ നമുക്ക് പറയാം. വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാർ പുതിയങ്ങാടി, ഇങ്ങനെയുള്ള ഭാരവാഹികൾ. പ്രസിഡന്റുമാരുടെ എണ്ണം കുറച്ച് കൂടുതലാണ്, സെക്രട്ടറിമാരുടെ എണ്ണം കുറവാണ്. അങ്ങനെ ഈ കമ്മിറ്റി ഔദ്യോഗികമായി നിലവിൽ വന്നു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും PV മുഹമ്മദ് മുസ്ലിയാർ സെക്രട്ടറിയുമായി ഔദ്യോഗികമായി നിലവിൽ വരികയും പിന്നീട് ഓരോ ചുമതലകൾ ഓരോരുത്തർ കൊടുത്തുകൊണ്ട് യോഗം പിരിയുകയും വിശദമായ ചർച്ചയും തീരുമാനങ്ങളും അടുത്ത മീറ്റിങ്ങിൻ്റെ അജണ്ടയോടുകൂടെ തീരുമാനിക്കാമെന്ന നിലക്ക് ഈ പണ്ഡിത സഭ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും മറ്റു സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും ആശീർവാദത്തോടുകൂടി പിരിയുകയും ചെയ്തു. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന നാടുവഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റിയാണ് നമ്മൾ നാളെ അല്പസമയം സംസാരിക്കുക. പിന്നീട് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അങ്ങനെ നമ്മുടെ ഈ ഭാരവാഹികളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഭാരവാഹികൾ, ആ ഭാരവാഹികളിൽ നിന്ന് കുറച്ച് ആളുകളുടെ ചരിത്രങ്ങൾ നാളെയും മറ്റന്നാളുമായി പറഞ്ഞിട്ടാണ് സമസ്തയുടെ മറ്റു തീരുമാനങ്ങളിലേക്കും പദ്ധതി പ്രഖ്യാപനങ്ങളിലേക്കും നമ്മൾ പോകുന്നത്. ഏതായാലും പട്ടിൽ പൊതിഞ്ഞ ഭാഷണം എന്ന് പറഞ്ഞതുപോലെ മജ്‌ലിസുൽ ഉലമ, പിന്നെ നിസ്പക്ഷ സംഘം,
പിന്നെ ഐക്യസംഘം വിവിധ പേരുകൾ മാറി പക്കാ വഹാബിസം കേരളത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. ഈ KM മൗലവിയുടെയും MCC മൗലവിയുടെയും അതുപോലെ സീരി സാഹിബിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയൊക്കെ നിയന്ത്രണത്തിലായി ഈ പുത്തൻ പ്രസ്ഥാനക്കാർ ഇവിടെ നടത്തിയത്. അതിൽ നിന്ന് മുസ്ലിം കേരളത്തെ രക്ഷപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യവുമായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തനം തുടങ്ങി. അതോടുകൂടെ വഹാബികൾ ദുരാരോപണമായി, അതായത് അവർ കാത്തിബാണല്ലോ, കാത്തിബ് തയ്യർ മുഹമ്മദ് കുട്ടിയാണല്ലോ കാത്തിബ് മുഹമ്മദ് മൗലവി KM മൗലവിയൊക്കെ ആയി മാറിയത്. അതുകൊണ്ട് അവർക്ക് വലിയ എഴുത്തുകാരനാണ്, സാഹിത്യ സാമ്രാട്ടുകളാണെന്നൊക്കെയാണ് അവരുടെ വാദം. അതുകൊണ്ട് തന്നെ പച്ച പൊള്ളും അനാവശ്യങ്ങളും കുത്തിനിറച്ച വാർവലുകളുമായിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ ഇവർ തുടർന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അതിശക്തമായ തൂലികയിൽ അദ്ദേഹത്തിൻ്റെ കൈപുണ്യത്തിൽ അതെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത്. നോക്കൂ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെപ്പറ്റി നവോത്ഥാന നായകരെന്ന പച്ച നുണയാണ് അവരെ പറ്റി ചില ആളുകളൊക്കെ പറയും. എന്ത് നവോത്ഥാനമാണാവോ അവരുണ്ടാക്കിയത്? ഒരെണ്ണം പോലും ഇന്ന് വരെ അവർക്ക് പറയാൻ കഴിയിട്ടില്ല. ശാന്തമായി ജീവിക്കുകയായിരുന്ന മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ആലിമീങ്ങൾ തമ്മിൽ ചേരിത്തിരിക്കാൻ, സാധാരണക്കാരിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കാനല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി അവർ വഴി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല. പിന്നെ അവർ പറയും ഞങ്ങളാണ് പെണ്ണുങ്ങളെ സൂര്യതാറൊടുപ്പിച്ചത്, ഞങ്ങളാണ് ഇവിടെ പിന്നെ വസ്ത്രം ആധുനിക വസ്ത്രരീതി കൊണ്ടുവന്നത്. അതൊക്കെ പണ്ട് കാലത്തെ ഇവിടെ മനുഷ്യന്മാർ ഓരോ കാലത്തിനനുസരിച്ച വസ്ത്രം ധരിക്കാറുണ്ട്. നമ്മളാരും അന്തമാനൊക്കെ ഉണ്ട്, കാട്ടുജീവികൾ മനുഷ്യന്മാർ, അങ്ങനെയൊന്നുള്ള അവസ്ഥയൊന്നും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എക്കാലത്തും അതാത് കാലത്ത് മാന്യമായ വസ്ത്രം ധരിച്ചവരാണ്. അതൊന്നും ഒരു നവോത്ഥാനത്തിൻ്റെ ഭാഗമായി വഹാബികൾ കൊണ്ടുവന്നതല്ല. അവർ കൊണ്ടുവന്നത് എന്താണ്? അവർ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കാൻ ശ്രമിച്ചു. എങ്ങനെ കൊച്ചാക്കി? എന്താണ് അവരുടെ വാദം തന്നെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഒരാവശ്യവുമില്ലാത്ത ചർച്ച അവർ കേരളത്തിൽ കൊണ്ടുപോകും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവി കാഫിറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ 8 മാസം മുമ്പ് വഫാത്തായി പോയ അബ്ദുള്ള എന്ന പിതാവ് കാഫിറാണ്. എന്താണ് അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം? എന്താണാവോ അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ? ഒരു അവിശ്വാസിയായ പിതാവിൻ്റെ മകനായി, ഒരവിശ്വാസിനിയായ ഉമ്മയുടെ മകനായി വന്ന ഒരാളാണ് ഞങ്ങളെ നബി എന്ന് പറയുന്നത്. എന്താണാവോ ക്രെഡിറ്റ് ഉള്ളത്? ഒന്നുമില്ല, എരപ്പാക്കുക എന്നുള്ളതാണ്. ഈ മതത്തിൻ്റെ പ്രബോധകനായ പ്രവാചകനായ അള്ളാഹുവിൻ്റെ ഹബീബായ മുസ്ലിം ഉമ്മത്തിൻ്റെ ചങ്കില് ചോരയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരം താഴ്ത്തുക എന്നതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കേരളത്തിൽ ആവശ്യമുണ്ടോ? നബി തങ്ങൾ കേവലം സാധാരണ മനുഷ്യനാകുന്നു എന്ന പച്ചപ്പുള്ള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം, ഇതാണ് അവർക്കുണ്ടായത്. അതേ സമയത്ത് മുസ്ലിം ഉമ്മത്ത് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ എങ്ങനെയാണോ കണ്ടത്, എങ്ങനെയാണോ വിശ്വസിച്ചത്, ആ നിലക്കാണ് മുസ്ലിം ലോകം മുത്തുനബിയെ വിശ്വസിക്കുന്നത്. മേറാജിൻ്റെ യാത്ര കഴിഞ്ഞ് വന്നു മുത്തുനബി. ആദ്യമായി കണ്ടുമുട്ടിയവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആരോടായി പറയുന്നത്? ഇന്നലെ രാത്രി നബി തങ്ങൾ മക്കയിലുണ്ട്. അത് കണ്ടവരോട്. ഇന്നിതാ പുലർച്ചെ തന്നെ ഇവിടെയുണ്ട്. അതും കണ്ടവരോടാണ് പറയുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഫലസ്തീനിൽ പോയി, അവിടെ നിന്ന് 7 ആകാശങ്ങൾ പോയി, യൂഫ്രട്ടീസ് നദിയുടെയും നൈൽ നദിയുടെയും ഉറവിടം വരെ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. ഞാനിതാ 5 വഖത്ത് നിസ്കാരവുമായി നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഫലസ്തീൻ തന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. കാരണം അവർ പലപ്പോഴും യാത്ര ചെയ്തെത്തിയ സ്ഥലമാണ് ഈ ഫലസ്തീൻ.
ആ ഫലസ്തീനിക്ക് എത്ര ദിവസം വേണമെന്ന് ഇവർക്കറിയാം. അപ്പം അതന്നെ ഇവർ വിശ്വസിക്കണില്ല. പിന്നല്ലേ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഇവർ ചിന്തിക്കുന്നത് അത് പൊട്ടപ്പോയത്താണെന്ന് അവർ കരുതിയത്. കാരണം എന്താ, അവർ നബി തങ്ങളെ ഇവരെ പോലത്തൊരു മനുഷ്യനായിട്ടാണ് അവർ കാണുന്നത്. മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും കാണുന്നത് പോലെ സാധാരണ മനുഷ്യനായി കാണുന്നത് കൊണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് ഉറപ്പല്ലേ ഒരു രാത്രി പുലരുമ്പോഴേക്ക് ഫലസ്തീന് തന്നെ പോയി വരാൻ കഴിയില്ല. പിന്നെ 7 ആകാശങ്ങൾ, അതുപോലെ തന്നെ സ്വർഗം നരകം, അള്ളാഹുവിനെ കാണുക, യൂഫ്രട്ടീസിൻ്റെ ഉറവിടം കാണുക, അവർക്കൊന്നും ഇവർ പോയതന്നില്ല. മുഹമ്മദേ, നിന്റെ അബൂബക്കർ പോലും നിന്റെ അബ്ദുള്ള പോലും നിന്റെ ഈ പറച്ചിൽ അംഗീകരിക്കില്ലല്ലോ. കുറച്ച് ആൾക്കാർ അബ്ദുല്ലാ റളിയല്ലാഹുവിനെ കാണാൻ പോയി. അബ്ദുല്ലാ റളിയല്ലാഹുവിനോട് ഇവർ പറഞ്ഞു, അബ്ദുള്ള, എൻ്റെ മുഹമ്മദില്ലേ ഭയങ്കര ബഡായിയാണ്. ഇന്നലെ അയാൾ പിന്നെ രാത്രി മക്കത്തുണ്ട്, ഇന്ന് പുലർച്ചയുണ്ട്. അയാൾ പറയാണ് ബൈത്തുൽ മുഖദ്ദസിൽ പോയത്രേ ഫലസ്തീനിൽ, പിന്നെ വേറെ എവിടെയൊക്കെ പോയിന്ന് കേൾക്കണം. എനിക്കത് വിശ്വാസമുണ്ടോ? അപ്പോൾ എന്താണ് അബ്ദുല്ലാ റളിയല്ലാഹുവിനെ ചോദിക്കുന്നത്? എൻ്റെ നബി അങ്ങനെ പറഞ്ഞോ എന്നാ. ഇവരെന്താ മനസ്സിലാക്കുന്നത്? അബ്ദുല്ലാ റളിയല്ലാഹുവിൻ്റെ വിശ്വാസത്തിന് ഒരച്ചിൽ തട്ടുന്നതാണ് മനസ്സിലാക്കുന്നത്. പോയി എന്ന് രണ്ടാമതും പറഞ്ഞപ്പം വീണ്ടും ചോദിക്കുന്നു, എൻ്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞോ? അതേ പറഞ്ഞു, ഞങ്ങൾ കേട്ടു. ബൈത്തുൽ മുഖദ്ദസിൽ പോയി കഴിഞ്ഞ കാല പ്രവാചകന്മാരെ മഹ്മൂമികളാക്കി നിസ്കരിച്ചു. 7 ആകാശങ്ങളിൽ മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകന്മാരെയും കണ്ടു, സ്വർഗം കണ്ടു, അള്ളാഹുവിനെ കണ്ടു, 5 വഖത്ത് നിസ്കാരവുമായി വന്നു. ഇതൊക്കെയാണ് മുഹമ്മദ് പറയുന്നത്. നിനക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് അബ്ദുല്ലാ റളിയല്ലാഹു പറഞ്ഞത്? അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ്റെ മകൻ അബ്ദുള്ള എന്താ പറഞ്ഞത്? ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. കാരണം ഞാനും മുഹമ്മദ് നബിയും 2 വയസ്സിൻ്റെ ഡിഫറൻസാണ്. അങ്ങനെയാണെങ്കിലും ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് വളർന്നവരാണ്. കള്ളം എന്ന് തോന്നുന്ന ഒരു വാക്ക്, ഒരു ഹെറഫ് ആ തിരുനാവ് കൊണ്ട് മൊഴിയുന്നതായി ഞങ്ങളാരും കേട്ടിട്ടില്ല. പിന്നെ ഇതിനു വേണ്ടി കളവ് പറയേണ്ട എന്താ ആവശ്യമുള്ളത്? മുഹമ്മദ് നബി ഫലസ്തീനിൽ പോയി, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച മറ്റു സ്ഥലത്തേക്ക് പോയി. എന്താണ് ഇല്ലാത്ത കാലം പറഞ്ഞിട്ട് എന്ത് നേടാനാണ്? അപ്പം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചിരിക്കുന്നു. അബൂജഹലിൻ്റെ വിശ്വാസവും അബ്ദുല്ലാ റളിയല്ലാഹുവിൻ്റെ വിശ്വാസം രണ്ടായതെങ്ങനെ? അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂജഹലിനെ പോലത്തൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ്റെ മകൻ അബ്ദുള്ള കാണുന്നതോ അത് തീർത്തും അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അനുഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയാണ് അബ്ദുള്ള എന്ന പേര് തന്നെ ആളുകൾക്ക് അറിയാത്ത രൂപത്തിൽ അബൂബക്കർ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ ഓമന പേരാണ്, സ്ഥാനപ്പേരാണ് സിദ്ദീഖ്. ഈ സ്ഥാനപ്പേര് കിട്ടാനുള്ള കാരണം നബി തങ്ങളെ വിശ്വസിച്ചത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കിയാൽ ഒരാൾക്കും മുസ്ലിമാകാൻ കഴിയില്ല. ഫലാ റബ്ബിക, അള്ളാഹു പറയുന്ന നബിയെ നിങ്ങൾ സത്യം, ലാ യുഅ്മിനൂന, അവർ മുസ്ലിങ്ങളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിലുള്ള വിഷയങ്ങളിൽ നിങ്ങളെ വിധികർത്താവാക്കുന്നത് വരെ. അങ്ങനെ നിങ്ങൾ വിധി പറഞ്ഞാൽ പിന്നീട് ആ വിധിയിൽ അവർക്ക് യാതൊരു മനക്ലേശമില്ല. അങ്ങന്ത് അത് പറഞ്ഞു മുത്തുനബി പറഞ്ഞു, അതന്നെ അതിൻ്റെ തീരുമാനം. ആ നിലയ്ക്ക് മുത്തുനബി അംഗീകരിക്കുന്നവരെ മുഅ്മിനീങ്ങളാവുള്ളൂ. വയുസല്ലിമു തസ്ലീമ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയും വേണം. എല്ലാവരും സലാം പറഞ്ഞു പോകുന്നല്ല, മാത്രമല്ല അതിൻ്റെ അർത്ഥം കീഴ്പ്പെട്ട് ജീവിക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ വിശ്വാസികളാവുകയുള്ളൂ. എന്താണ് ഖുർആന്റെ കൽപ്പന? ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നു എങ്കിൽ ഫത്തബിഊനി, ആ അള്ളാഹുവിൻ്റെ പ്രവാചകനായ അടിമയായ ഈ മുഹമ്മദിനെ നിങ്ങൾ പിൻപറ്റണം.
ഈ മുഹമ്മദിന് നിങ്ങൾ വഴിപ്പെടണം. അപ്പോഴേ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിച്ചലാവുകയുള്ളൂ. റസൂലുള്ള പറഞ്ഞു, എൻ്റെ അടിമ, എൻ്റെ ഉമ്മത്തികൾ എല്ലാവരും സ്വർഗത്തിലാണ്, ഇല്ലാമെന്നബാ, തടയപ്പെട്ടവനൊഴികെ എല്ലാവരും സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, അമന്നബാ, ആരാണ് നബിയെ ഈ തടയപ്പെട്ടവർ? തടയപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ കടക്കൂല നിങ്ങൾ പറഞ്ഞല്ലോ, ആരാണ് ഈ തടയപ്പെട്ടവർ നബിയെ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി? ഞാൻ കൊണ്ടുവന്നതിനെ അംഗീകരിക്കുന്നവർ മുസ്ലിമായി, ഞാൻ വിലക്കിയതിനെ വിലക്കാത്തവന് തടയപ്പെട്ടവനായി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രയും കറക്റ്റായിട്ടാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു തആല ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്ത ഒരാൾക്കും മുസ്ലിമാകാൻ കഴിയുകയില്ല. ആ കാര്യം ഉറപ്പല്ലേ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അങ്ങനെയല്ലേ അള്ളാഹു തആല പറഞ്ഞത്? വമാ ആതാകുമുർ റസൂലു ഫഖുസൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. സൂറത്ത് അശ്റിൽ എന്താ അള്ളാഹു കൽപ്പിക്കുന്നത്? വമാ ആതാകുമുർ റസൂലു ഫഖുസൂഹു, അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതിനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. എന്തുകൊണ്ട് കർശനമായ നിയമം അള്ളാഹു പറയുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി തങ്ങൾ പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹ്യുകളാണ്. അതുകൊണ്ട് അത് സംശയിക്കുന്നവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. അത്രയും കറക്റ്റായി അള്ളാഹു തആല പറയുന്നു. ഇത് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസിനെ നേരത്തെ ഞാൻ ഹദീസ് തന്നെ വായിക്കാം. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. എൻ്റെ ഉമ്മത്തികൾ സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, തടയപ്പെട്ടവനല്ലാതെ. ഖീല, മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു, അമൈ യഅബാ യാ റസൂലല്ലാഹ്, തടയപ്പെട്ടവരാരാണ് നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, മൻ അതാഅനി, എന്നെ വഴിപ്പെട്ടവർ, എന്നെ അനുസരിച്ചവർ, ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി, എനിക്ക് എതിര് നിൽക്കുന്നവരാരാണ്, എൻ്റെ വാക്ക് അംഗീകരിക്കാത്തത്, എൻ്റെ ചിട്ട അംഗീകരിക്കാത്തവരാരാണ്, ഫഖദ് അബാ, അവൻ വിലക്കപ്പെട്ടവനാണ്, സ്വർഗം തടയപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സ്വർഗം വേണോ? നബി തങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കണം. എത്ര സംഭവമാണ് ഇങ്ങനെയുള്ള ഹദീസുകളും ആയത്തുകളും നമ്മുടെ മുന്നിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ നിന്ന് പറയുകയാണ്, എൻ്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾ, നബി തങ്ങൾ വളരെ വ്യക്തമായി, നമുക്ക് അല്പം മിനിറ്റ് എടുത്തുകൊണ്ട് ആ സംഭവം തന്നെ പറയാം. عن أبي نجيه الإرباض بن سارية رضي الله عنه, ഇബ്നു സാരിയത്ത് റിപ്പോർട്ട്, കാല, മഹാനവറുകൾ പറഞ്ഞു, വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദത്തൻ ബലീഗത്തൻ, ഒരിക്കൽ നബി തങ്ങൾ ദീർഘനേരം ഞങ്ങളോട് വഅദ് പറഞ്ഞു. വജിലത്ത് മിൻഹ, ആ വഅദ് ഞങ്ങളെ പെടപ്പിച്ചു. അല്ല, വജിലത്ത് മിൻഹ, വഅദ് കാരണം പെടഞ്ഞു. അൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയം പെടഞ്ഞു ആ വഅദ് കേട്ടിട്ട്. വസറഫത്ത് മിൻഹ അൽ ഉയൂൻ, ആ വഅദ് കാരണം ഞങ്ങളെ കണ്ണുകൾ കണ്ണുനീരാൽ നിറഞ്ഞു. ഫഖുൽനാ, അപ്പം ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കഅന്നഹാ മൗഇദത്തുൻ മുവദ്ദിഉൻ ഫഔസിനാ, ഇതൊരു വിടവാങ്ങൽ വഅദ് പോലുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളോട് നിങ്ങൾ വസിയ്യത്ത് ചെയ്യുവീ നബിയേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഊസീകും ബിത്തഖ്വല്ലാഹ്, അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കാൻ, തഖ്വ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ ഞാൻ നിങ്ങൾ വസിയ്യത്ത് ചെയ്യുന്നു. വസ്സമ്മി വത്താഅത്തി, നിങ്ങൾ കേൾവിക്കുകയും വഴിപ്പെടുകയും വേണം. വൈൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യുൻ, അബിശീനക്കാരനായ ഒരടിമയാണ് നിങ്ങളെ അമീർ എങ്കിൽ ആ അമീറിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നബിയോളം വലിയ ഒരു അമീർ വരൂലല്ലോ.
അപ്പോൾ കാലാന്തരത്തിൽ കാലം പുരോഗമിക്കും തോറും വിവരം കുറഞ്ഞ ആളുകൾ കുറയും. പക്ഷേ നിങ്ങളുടെ ഒരു അമീറായി വന്നത് അബിസീനിയക്ക എന്ന് പറഞ്ഞാൽ പൊതുവെ മക്കയെ അപേക്ഷിച്ച് ഒരു ദുർബലരായ വിഭാഗമാണത്. അപ്പോൾ അത് നിമിത്തങ്ങൾ അവരെ അവഗണിക്കുകയല്ല. അത് എക്കാലത്തും ഇപ്പോൾ നമ്മൾ സൗദിയിലൊക്കെ അറബികൾ പറയണേക്കെ ബംഗാളിയൻ, അത് കളിയാക്കുന്നല്ല, നമ്മൾ സൗദി അല്ല എന്ന് അർത്ഥമുള്ളൂ. അതായത് സൗദിൻ്റെ ആൾക്കാരെ വാക്ക് അംഗീകരിക്കണമായിരുന്നു, ബംഗാളിൻ്റെ വാക്കുകൾ കേട്ടോളന്നില്ല ആ നിരക്ക്. അപ്പം നിങ്ങളുടെ അമീർ ദുർബലനായാലും അല്ലെങ്കിൽ നിങ്ങളെ നാട്ടുകാരനല്ലെങ്കിലും നിങ്ങൾ അയാളുടെ അദ്ദേഹത്തെ കേൾക്കുകയും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യണം. ഒരു ഉപദേശമാണ്. പിന്നെ അവിടുന്ന് പറഞ്ഞു വഇന്നഹു മൻ യഇശ് മിൻകും, പിന്നെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ കാലശേഷം ബഅദി എന്നും വേറെ ഹദീസിലുണ്ട്, എൻ്റെ കാലശേഷം ജീവിക്കുന്നവർ ഫസയറ ഇഖ്തിലാഫൻ കസീറ, വമ്പിച്ച ഭിന്നിപ്പുകൾ അനുഭവിക്കും. വലിയ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. എന്നാൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എൻ്റെ സമുദായം എന്താ ഇങ്ങനെ ചിന്തിച്ചിതറിയത്, എന്താ ഇപ്പം ഇങ്ങനെയായ, ഏതാണ് ശരി, ബേജാറാണ്ട. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീനിൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ ശേഷം വരുന്ന 4 ഖലീഫമാർ, സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദ്ന ഉമർ ഇബ്നുൽ ഫാറൂഖ്, സയ്യിദ്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദ്ന അലി ഇബ്നു അബീ താലിബ്, ഈ 4 മഹാന്മാരായ റാഷിദീങ്ങളായ മഹ്ദീങ്ങളായ നേർമാർഗം സിദ്ധിച്ച നേർവഴിക്ക് മാത്രം സഞ്ചരിക്കുന്ന ആ 4 ഖലീഫമാരെ ചര്യയും നിങ്ങൾ പിൻപറ്റണം. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഒഴിവാക്കാൻ പാടില്ല. പൂർണ്ണമായും നബിയെയും ഈ 4 ഖുലഫാഉർ റാഷിദീങ്ങളെയും നിങ്ങൾ പിൻപറ്റണം. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? അസ്ഹാബി കന്നുജൂം, നക്ഷത്ര തുല്യരാണ് കേട്ടോ എൻ്റെ സഹാബാക്കൾ, അവരാരെ പിൻപറ്റിയാൽ നിങ്ങൾ വൈവയ്ക്കൂലട്ടോ എന്ന്. ഇതൊക്കെ നബി തങ്ങളുടെ വാക്കാണ്. എന്നാൽ ഈ വാക്കുകളൊന്നും പുത്തൻ പ്രസ്ഥാനക്കാർ അംഗീകരിക്കണില്ല. അങ്ങനെയാണെങ്കിൽ അവർ തറാവി 20 റക്അത്ത് നിസ്കരിക്കും ജമാഅത്തായിട്ട്. എന്തുകൊണ്ട്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് അത് ജമാഅത്ത് സിസ്റ്റത്തിലേക്ക് എത്തിച്ചത്. അന്ന് 20 റക്അത്താണ് നിസ്കരിച്ചത്. പിന്നെ വഹാബി 8 ആക്കണേ എന്തുകൊണ്ടാണ്? ഉമർ ഫാറൂഖ് നിസ്കരിച്ചിട്ടില്ല, അല്ല ഉമർ ഫാറൂഖിൻ്റെ വാക്ക് ഞങ്ങൾക്ക് സ്വീകാര്യമില്ല എന്ന നിലക്കാണ്. ലോകത്തെല്ലായിടത്തും ജുമാക്ക് 2 ബാങ്ക് കൊടുക്കണില്ലേ? ഏത് കാലം മുതൽ? ഉസ്മാൻ അഫ്ഫാൻ്റെ കാലം മുതൽ. എന്താണ് ഈ മുർച്ചുത്തികളായ വഹാബികളെ പള്ളിയിൽ, ജമാഅത്തുകാരെ പള്ളിയിൽ ജുമാക്ക് 2 ബാങ്ക് കൊടുക്കാത്തത്? അത് ഉസ്മാൻ സഹാബിയല്ലേ, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. മുജാഹിദിൻ്റെ ജുമയെ കുത്തുമ്പ മദ്ഹബുകളിലൂടെ എന്നുള്ള പുസ്തകത്തിൽ അവർ എഴുതി വച്ചിട്ടുണ്ടല്ലോ. വായക്കാട്ടുകാരൻ മൗലവി എഴുതിയ പുസ്തകത്തിൽ കേരളത്തിലെ മുസ്ലിയാക്കൾ പറയുന്നത് ഇസ്ലാമിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്തിൻ്റെതും ദീനിൽ തെളിവല്ല. ഇനി എന്താ ഓരോ കാര്യം നമ്മൾ പറയുന്നത്? പക്ഷെ ഇവർ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുന്നു സാധാരണക്കാരുടെ ഇടയിൽ. അത് തിരുത്തണം. അത് തിരുത്തിയിട്ട് ഹിദായത്ത് കിട്ടുന്നവർക്ക് അതിനെ വഴിയൊരുക്കി കൊടുക്കണം. മുസ്ലിങ്ങളെ ആ മാലിക് ബിൻ ദീനാറിൻ്റെ ചരട് എവിടുന്നാണ് ഇവർ അർത്ഥതെങ്കിൽ അവിടെ കൂട്ടിക്കടിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നബിതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ പറഞ്ഞയച്ച് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമാണ് കേരളക്കാർക്ക് പരിചയമുള്ളൂ. ആ ഇസ്ലാമിന് പരിക്കേൽപ്പിക്കാൻ പറ്റൂല. ആ ഇസ്ലാമിന് അതേമാതിരി വഹ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അതൊരു കയർ അല്ലേ, ഒരാളെ പിടിച്ചവരെ ബാക്കിൽ പിടിച്ചു അങ്ങനെ പോന്ന ഇസ്ലാമാണ്. 925 അഥവാ ഇവർ 21 മുതൽ തുടങ്ങി ഭിന്നിപ്പ്, അതൊരു 25 മലബാറിലേക്കും വന്നു. കൺഫ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ ഓലകെട്ട് മാറ്റി നിർത്തിയിട്ട് അവർക്ക് നന്നാകാനും കൂടിയുള്ള അവസരം കൊടുത്തിട്ട് എന്തു ചെയ്തു? ആ കയറ് എവിടെയാണ് ഇവർ പൊട്ടിക്കാൻ നോക്കിയതെങ്കിൽ അവിടെ പൊട്ടിക്കാതെ കോർത്ത് പിടിച്ചിട്ട് ആ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 ജൂൺ 26 രൂപീകരിച്ചത്. ആദ്യത്തെ പ്രസിഡന്റ് ഇപ്പോൾ ഔദ്യോഗികമായി സമസ്ത വന്നപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളായി. നേരത്തെ അദ്വക്ക് കമ്മിറ്റി ചെയർമാനായിരുന്ന മുഹമ്മദ് മീറ മുസ്ലിയാർ ഇപ്പോൾ വൈസ് പ്രസിഡന്റായി. നേരത്തെ ഞാൻ ഭാരവാഹികളുടെ പേരുകൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും ആ മഹാന്മാരെ കുറേശ്ശെ പറഞ്ഞ ശേഷം
ചരിത്രത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം. അർഹമുർറാഹിമായ റബ്ബ് നമ്മെ കബൂൽ ചെയ്യട്ടെ. മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കം കഴിഞ്ഞുപോയ മഹാരഥന്മാരെ ബർക്കത്ത് കൊണ്ടും ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും അവർ മുന്നോട്ട് നയിച്ച ഈ യഥാർത്ഥ ദീനീ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാനും ആ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് 100-ാം വാർഷികം നടത്താനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരമാവധി ഇത് ഷെയർ ചെയ്യുകയും അതുപോലെ ഇതിനോടൊന്ന് സഹകരിക്കുകയും ചെയ്താൽ ഇത് ഏറെ മറ്റുള്ളവർക്കും കൂടെ ഉപകരിക്കുമെന്ന് കൂടെ അറിയിച്ചുകൊണ്ട് ശ്രോതാക്കളെ പിന്തുണ തേടിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.